ഇന്ന് ഈ പരിപാടിയിൽ പഠനത്തിലെ പിന്നാക്കാവസ്ഥയും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ.വി. ഷോയ്സണുമായി അഭിമുഖം. പഠനകാര്യങ്ങളിലുള്ള ശ്രദ്ധ രക്ഷിതാക്കള് എപ്പോഴും വളരെ കാര്യപ്രസക്തമായി നോക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഓരോ വീട്ടിലും 2 or 3 കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക, അവരെ നല്ല രീതിയിൽ ഒരു ജോലി സമ്പാദിക്കാനും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും വേണ്ടിയാണ് പല രക്ഷിതാക്കളും ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു 2 വയസ്സാകുമ്പോൾ മുതൽ കുട്ടികൾ പ്ലേ സ്കൂളും അത് കഴിഞ്ഞ് KG ക്ലാസ്സുകളും അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ വളരെ നേരത്തെ കുട്ടികൾ പഠനം എന്നുള്ള വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാനും ഒരു കുട്ടിയിലെ പോരായ്മ കണ്ടെത്തി അത് പരിഹരിക്കാനുമുള്ള സാഹചര്യം ഒന്നുണ്ട്. പക്ഷെ പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നും ആൾക്കാര് ചിലതിനെ നിസ്സാരവൽക്കരിക്കുകയും വേണ്ട രീതിയിലുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് ഒരുക്കി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ വരുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഈ പഠനത്തിലെ ഒരു പിന്നാക്കാവസ്ഥ, അത് ഒരു രോഗാവസ്ഥയായിട്ട് മാത്രമല്ല, അത് മറ്റു പല കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ടും ഉണ്ടാകാം. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് അതിനെ തിരിച്ചറിയാം, എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ ഹോമിയോപ്പതി ഈ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിൽ എന്തൊക്കെയാണ് ഹോമിയോപ്പതി ഒരു രോഗനിർണയം അല്ലെങ്കിൽ ഇതിലെ പോരായ്മ നിർണ്ണയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഹോമിയോപ്പതിയുടെ ഒരു വീക്ഷണം, പഠനത്തിലെ പിന്നാക്കാവസ്ഥ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് വിലയിരുത്തുന്നത്? കുട്ടികളുടെ പഠന കാര്യത്തില് പലപ്പോഴും കുട്ടികളെക്കാൾ ഉത്കണ്ഠ രക്ഷിതാക്കൾക്കാണ്. പക്ഷേ പല രക്ഷിതാക്കളും തന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവനൊരു പഠന വൈകല്യമുണ്ട്, അല്ലെങ്കിൽ അവന്റെ പഠനത്തില് ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. ഇനി അത് ചിലർ തിരിച്ചറിഞ്ഞാൽ തന്നെ അവർ വളരെ നിസ്സാരവൽക്കരിച്ച് അത് കുട്ടിയുടെ കയ്യിലിരിപ്പാണ്, അല്ലെങ്കിൽ കുസൃതിയാണ്, കുരുത്തക്കേടാണ് എന്ന് പറഞ്ഞ് അവനെ കൂടുതൽ വഴക്ക് പറഞ്ഞ് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അതിന് യഥാസമയം ചികിത്സ നൽകിയാൽ ഈ കുട്ടിയെ നമുക്ക് വളരെ മിടുക്കനായിട്ടുള്ള പഠിത്തത്തിൽ വളരെയധികം മികവ് പുലർത്തുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് പല കേസുകളിലും. ഇനി നമുക്ക് സാധാരണ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇത് നമുക്ക് ആദ്യമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് കുട്ടിയുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, 2 കുട്ടിയുടേതല്ലാത്ത പ്രശ്നങ്ങൾ. സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ സാഹചര്യങ്ങൾ, അതാണ് കുട്ടിയുടെ അല്ലാത്ത പ്രശ്നങ്ങൾ. ഇനി കുട്ടിയുടെ പ്രശ്നങ്ങൾ നോക്കിയാൽ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് പഠന വൈകല്യങ്ങൾ തന്നെയാണ്. അതായത് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ നടന്ന ഒരു പഠനം നോക്കിയാൽ ഏകദേശം 16% കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതില് എന്തൊക്കെയാണ് ഇപ്പൊ പഠന വൈകല്യങ്ങളുടെ കീഴിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനം ഡിസ്ലെക്സിയ, അതായത് വായിക്കുന്നതിൽ വരുന്ന തകരാറുകൾ. ഇപ്പൊ ചില കുട്ടികൾക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ സാധിക്കാതെ വരും. അതുപോലെ ചില അക്ഷരങ്ങളും വാക്കുകളും വിട്ടുപോകും വായിക്കുമ്പോൾ. അതുപോലെ അവരുടെ പ്രൊനൗൺസിയേഷൻ ശരിയാകാതെ വരിക, തല തിരിച്ച് വായിക്കുക, വായിച്ചിട്ട് മനസ്സിലാവാതെ വരിക. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് നമ്മൾ ഡിസ്ലെക്സിയ. ലേണിംഗ് ഡിസോർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഡിസ്ലെക്സിയാണ്. ഏകദേശം 80% കേസുകളും ഡിസ്ലെക്സിയ തന്നെയാണ്. ഇത് കൂടുതലും ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ചില കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനും അത് ചില കാര്യങ്ങൾ നമുക്ക് പെർസീവ് ചെയ്യാനും, അതായത് ഉൾക്കൊള്ളാനും അത് പ്രോസസ്സ് ചെയ്യാനും വരുന്ന ഒരു തകരാറ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് വരുന്നത്. നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി രണ്ടാമത്തത് ഡിസ്ലെക്സിയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതായത് ഹാൻഡ് റൈറ്റിംഗ് ശരിയാവാതെ വരിക, സ്പെല്ലിംഗ് ശരിയാവാതെ വരിക, ചില ലെറ്റേഴ്സ് തല തിരിച്ചെഴുതുക, ഡിയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, ചില ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോവുക. അപ്പൊ അങ്ങനെ എഴുത്തിന് സംബന്ധിച്ചിട്ടുള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് പൊതുവെ എഴുതാൻ തന്നെ മടിയായിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ, അതായത് ഗണിതശാസ്ത്രപരമായിട്ടുള്ള തകരാറുകളുള്ള കുട്ടികൾ, കണക്ക് കൂട്ടാൻ. അപ്പൊ ഇവര് ബാക്കിയുള്ള കാര്യത്തിലെല്ലാം പഠിക്കാൻ മിടുക്കരായിരിക്കും, അവർ വളരെ ഇന്റലിജന്റ് ആയിരിക്കും. പക്ഷെ കണക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവർ വളരെ വീക്കായിരിക്കും. ചിലപ്പോൾ 1 2 പോലും അവർക്ക് ചിലപ്പോൾ കണക്ക് കൂട്ടി എഴുതാൻ പറ്റില്ല. അപ്പൊ അത് ചിലർക്ക് അഡീഷൻ ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് സബ്സ്ട്രാക്ഷൻ, അത് കുറയ്ക്കാനായിരിക്കും ചിലർക്ക് ബുദ്ധിമുട്ട് വരിക. അതുപോലെ ചില നമ്പേഴ്സ് അവർ തല തിരിച്ച് എഴുതും,
ചില നമ്പേഴ്സ് വിട്ടുപോകും. അതുപോലെ പലപ്പോഴും ക്ലോക്ക് നോക്കി സമയം പറയാൻ പോലും പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിസ്കാൽക്കുലിയയിൽ വരുന്ന തകരാറുകളാണ്. അക്കങ്ങളും മറ്റ് ഗണിതശാസ്ത്രപരമായിട്ടുള്ള തകരാറുകൾ. നാലാമത്തത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ശരീരത്തിലെ പേശികളുടെ തകരാറ് മൂലം എഴുതാനായിട്ട് ഒരു ബലം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ബാലൻസ് കിട്ടാതെ വരിക, ശരിക്കും പേന പെൻസിലൊക്കെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാവാതെ വരിക, അത് ചലിപ്പിച്ച് എഴുതാനുള്ള. അതെ, അപ്പൊ അതൊരു കൈയും കണ്ണും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഒക്കെ ശരിയാവാതെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഇത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ നമ്മുടെ കൈയിലെ പേശികളിലേക്ക് ശരിക്ക് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ബട്ടൺസ് ഇടാൻ പറ്റാതെ വരും, ചിലർക്ക് ഷൂ ലേസ് കെട്ടാൻ പറ്റാതെ വരും. ഇതിനൊക്കെ നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് വിളിക്കുന്ന, അതായത് 2-3 പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അവർക്ക് പറ്റാതെ വരും. അഞ്ചാമത്തെ വിഭാഗം ഡിസ്ഫേസിയ എന്ന് പറയും. അതായത് നമുക്ക് ഭാഷ ഉപയോഗിക്കാനും മനസ്സിലാക്കാനുമുള്ള തകരാറ്, അതാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ഇതും തലച്ചോറിനുണ്ടാവുന്ന ചില തകരാറുകൾ മൂലമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ശരിയായിട്ടുള്ള വാക്കുകൾ കിട്ടാതെ വിഷമിക്കും. സംസാരിക്കുമ്പോൾ അവർക്ക് ഏത് വാക്ക് എവിടെ ഉപയോഗിക്കണം എന്ന് അവർക്ക് പെട്ടെന്ന് കിട്ടാതെ വരും. അവർ വളരെ പതിയെ സംസാരിക്കും. ചിലപ്പോ ചില കുട്ടികൾ ഒറ്റ വാക്കുകൾ മാത്രമേ സംസാരിക്കുള്ളൂ. അതുപോലെ വാക്കുകൾ പരസ്പരം മാറിപ്പോവും. ഇപ്പൊ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഡിസ്ഫാസിയ എന്ന് പറയും. ആറാമത്തത് ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ. അതായത് നമുക്ക് കേൾക്കുന്ന ശബ്ദം ശരിയായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത തകരാറ്. അതായത് ഈ കേൾവിയിലൂടെ അതെ, നമുക്ക് ചെവിയിലൂടെ നമ്മൾ കേട്ട് അത് തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ചെവിയും നമ്മുടെ തലച്ചോറും തമ്മിലുള്ള ഒരു കണക്ഷനിൽ വരുന്ന തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ഏഴാമത്തത് വിഷ്വൽ പ്രോസസിംഗ് ഡിസോർഡർ. ചെവിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് കാഴ്ചയിൽ നമുക്ക് കാണുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ തലച്ചോറിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മളൊരു ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനിയുമുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് 7 ഇനി നമുക്ക് ലേണിംഗ് ഡിസോർഡേഴ്സിൽ പെടാത്ത എന്നാൽ നല്ലൊരു ശതമാനം കുട്ടികളിലും പഠനത്തെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് കുട്ടിയുടെ പ്രശ്നം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അമിതമായിട്ട് ഉത്കണ്ഠയും ഭയവും ഉള്ള കുട്ടികൾ, അതായത് അവർക്ക് പരീക്ഷ അടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പേടി കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുക, എഴുതാൻ പറ്റാതെ വരിക, പരീക്ഷയ്ക്ക് മുമ്പ് വയറിളക്കം വരിക, അല്ലെങ്കിൽ പനി വരിക, അതുപോലെ ടീച്ചറെ പേടിയുള്ള കുട്ടികൾ, രക്ഷിതാക്കളെ അമിതമായിട്ടുള്ള പേടിയുള്ള കുട്ടികൾ, സഭാകമ്പമുള്ള കുട്ടികൾ. അപ്പൊ ഇങ്ങനത്തെ അമിത ഭയമുള്ള കുട്ടികൾ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അവർക്ക് അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ അവര് പഠിത്തത്തിൽ മിടുക്കരായി. അതായത് അവരെ ഉത്കണ്ഠയും വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ഭയം കൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. ചിലര് സംസാരിക്കാൻ എല്ലാം അറിയാം, അതെ, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കേസുകൾ. അതുപോലെ മടി കൊണ്ട് പഠിക്കാതിരിക്കുക. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് മടി വരുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം കണ്ടെത്തണം. ചിലപ്പോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു പഠന വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർക്ക് മുമ്പോട്ട് പഠിക്കാൻ ആയിട്ടുള്ള മടി വരുന്നത്. കാരണം ആത്മവിശ്വാസക്കുറവ്. കാരണം ഇപ്പൊ പുറകിലേക്കുള്ള ക്ലാസ്സുകളിലെല്ലാം ഇവർക്ക് ഈ ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് പെർഫോമൻസ് കുറവായിരിക്കും, ക്ലാസ്സിൽ മാർക്ക് കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള മടി വരും. അപ്പൊ ആ കാരണം കണ്ടെത്തി ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഒരു വലിയൊരു ശതമാനം കുട്ടികളിൽ വരുന്നൊരു പ്രശ്നമാണ്. ചിലർക്ക് ജന്മനാ ഓർമ്മക്കുറവുള്ള കുട്ടികളുണ്ട്. അതുപോലെ ചിലർക്ക് ഏതെങ്കിലും അസുഖം വന്നതിന് ശേഷം, ഇപ്പൊ ചിലപ്പോ ഒരു തൈറോയ്ഡ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ അനീമിയ പോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ, പലർക്കും ചില പനി വന്നതിന് ശേഷം ഓർമ്മക്കുറവുള്ള കുട്ടികളുണ്ട്. അതുമൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്ത് തിരിച്ച് അവരുടെ പഴയ ഓർമ്മ തിരിച്ച് വീണ്ടെടുക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ആത്മവിശ്വാസ കുറവുള്ള കുട്ടികൾ, ഇപ്പൊ ഞാൻ പഠിച്ചാൽ ശരിയാകില്ല, എനിക്ക് കഴിവില്ല, ഞാൻ മറ്റുള്ളവരുടെ എല്ലാം പുറയിലാണ്, അങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ വളരെ പെട്ടെന്ന് നിരാശയിലേക്ക് പോകും. അവർക്കൊരു ചെറിയ കാര്യം മതി. അപ്പൊ അത് പലപ്പോഴും നമുക്കത് മരുന്നുകൊണ്ടും ചില കേസുകളിൽ നമുക്കൊരു കൗൺസിലിംഗ് കൊണ്ടും ഒക്കെ പൂർണ്ണമായിട്ടും ഇവരെ തിരിച്ച് പഴയ പോലെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കേസുകളാണ് ഇതെല്ലാം. അപ്പൊ അത്തരം കാര്യങ്ങളിലും നമുക്ക് ഒരു പഠനത്തിലെ പിന്നാക്കാവസ്ഥ വരാം. തീർച്ചയായിട്ടും വരാം. അതുപോലെ അമിത വാശിയും അനുസരണക്കേടുമുള്ള കുട്ടികൾ, അവർക്ക് തോന്നുമ്പോഴേ പഠിക്കുള്ളൂ. പേരൻസ് പഠിക്കാൻ നിർബന്ധിച്ച പിന്നെ ഒട്ടും പഠിക്കില്ല. അത്രയ്ക്ക് നിർബന്ധ ബുദ്ധിയുള്ള വാശിയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പണിഷ്മെന്റ് കൊടുത്താൽ പിന്നെ പറയാനില്ല, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട.
അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ അവരുടെ വാശി കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ പലപ്പോഴും പേരൻസ് കൂടുതൽ പണിഷ്മെന്റ് കൊടുത്ത് പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പിന്നെ എന്താണ് ഈ വാശിയുടെ കാരണം, അടിസ്ഥാന കാരണം എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതെ, ചിലപ്പോ ചില താല്പര്യക്കുറവ്, അല്ലെങ്കിൽ അവരൊരു പിടിവാശിയുടെ ഇതായിരിക്കും. അച്ഛനോ അമ്മയോ പറയാ ഇന്ന വിഷയം ആദ്യം പഠിക്കണം എന്ന് പറയുമ്പോൾ അതെ 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 എനിക്ക് അതല്ല എനിക്കിത് പഠിക്കണം. അതെ, അങ്ങനത്തെ കേസിൽ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ താല്പര്യത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും. അതെ അതെ. അപ്പൊ അവര് പറഞ്ഞു മനസ്സിലാക്കാനും അതെ കുട്ടികളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാകാത്ത പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരുന്ന വളരെ തൊട്ടാവാടിയായിട്ടുള്ള കുട്ടികളുണ്ട്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. ഇപ്പൊ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂട്ടുകാർ പിണങ്ങിയാൽ ഈ കൂട്ടർ പെട്ടെന്ന് തന്നെ ഒരു സങ്കടത്തിലേക്കും ചിലപ്പോൾ ഒരു ഡിപ്രഷനിലേക്കും ഒക്കെ പോകും. അപ്പൊ അതിൽ നിന്ന് കരകയറാനായിട്ട് ദിവസങ്ങൾ എടുക്കും. അപ്പൊ അത്രയും ദിവസം അവർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടിയുടെ മാനസിക നിലയെ അടിസ്ഥാനമാക്കിയും കുറെ പിന്നാക്കാവസ്ഥ വരാം. അപ്പൊ ഇങ്ങനത്തെ കേസുകളെല്ലാം ഇതൊക്കെ നമുക്ക് പരിഹാരമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് യഥാസമയം കണ്ടെത്തി അതിനുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ, ഇപ്പോ പലർക്കും വിട്ടുമാറാത്ത തുമ്മല്, തലവേദന, മൈഗ്രെയിൻ, അലർജി, ശ്വാസമുട്ട്, അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് വരുമ്പോഴും ഇവർക്ക് അവരുടെ പഠനത്തെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. പഠനത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതൊരു തടസ്സമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഇപ്പം ശാസ്ത്രീയമായിട്ട് ആദ്യം പറഞ്ഞ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഇതൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിവുള്ള കാര്യങ്ങളാണ്. അതെ അതെ. പക്ഷെ മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മൾ അറിഞ്ഞാലും നമ്മൾ പലപ്പോഴും അതിന് ഗൗരവം കൊടുക്കാറില്ല. അതെ അതെ. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊണ്ട് മാറും, അതല്ലെങ്കിൽ ഒരു പരിശീലനം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരു കൌൺസിലിംഗ് കൊണ്ട് മാറും എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് പലപ്പോഴും കഴിയാറില്ല. അവിടെ പലപ്പോഴും ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വളരുമ്പോ ശരിയാവും ചിന്താഗതി കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. അതെ അതെ. ഇനിയുള്ളത് കുട്ടിയുടേതല്ലാത്ത പ്രശ്നങ്ങൾ. ഇത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന് വീട്ടിലെ സാഹചര്യവും, രണ്ട് സ്കൂളിലെ സാഹചര്യം. ഇപ്പൊ വീട്ടിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏതു നേരവും വഴക്കും ബഹളമുള്ള ഒരു ഗൃഹാന്തരീക്ഷത്തില് കുട്ടിക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എല്ലാ ദിവസവും വഴക്കുള്ള വീടുകളുണ്ട്. അതുപോലെ അച്ഛൻ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന വീടുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് അമിത സമ്മർദ്ദം കൊടുക്കുക, കുട്ടിയുടെ കഴിവിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടണം എന്ന് വാശി രക്ഷിതാക്കൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അമിത സമ്മർദ്ദം വരികയും പഠിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ വിളിച്ചിരുത്തി അവരോട് ശരിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും, അപ്പൊ അതിനൊക്കെ പലപ്പോഴും ഒരു കൌൺസിലിംഗും വേണ്ടിവരും. ചില കേസിൽ അതിനുള്ള ഒരു പരിശീലനവും, ചിലപ്പോൾ ചില കേസിൽ മെഡിക്കേഷനും ഒക്കെ വേണ്ടിവരും. അതുപോലെ സ്കൂളിലെ സാഹചര്യം ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ടീച്ചേഴ്സ് വളരെ മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക, കുട്ടികളുടെ ഇടയിൽ തന്നെ വേർതിരിവ്. അതെ അതെ. കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുക. അപ്പൊ ഇതെല്ലാം കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും അവന്റെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങള്, കളിയാക്കലുകള്, ശാരീരിക പീഡനങ്ങള്, ഇതൊക്കെ ഒരു കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ യഥാസമയം തിരിച്ചറിയും, ഇത് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കുട്ടിയെയും വളരെ മിടുക്കനാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ഹോമിയോപ്പതി എപ്പോഴും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് അയാളുടെ സാഹചര്യങ്ങളും, അയാളുടെ പാരമ്പര്യവും, അയാളുടെ അച്ഛനമ്മയുടെ സാഹചര്യങ്ങളും ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് ചികിത്സ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇതിൽ എങ്ങനെയാണ് സമീപിക്കുക? എല്ലാവർക്കും ഇപ്പൊ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും ഇപ്പോൾ കൗൺസിലിംഗിന്റെ ആവശ്യം. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? എങ്ങനെയാണ് അതിന്റെ ഒരു അടിസ്ഥാനം? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കുട്ടികളിൽ നമുക്ക് ഏറ്റവും പ്രധാനം ഒരു ക്ലിനിക്കൽ ഇവാലുവേഷൻ ആണ്. അപ്പൊ ആദ്യം അവരെ വിളിച്ചിരുത്തി അവരോട് ആദ്യം മുതലെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് സംസാരിച്ച് നമുക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനർ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ്, ഇവരുടെ ഒരു തകരാർ എന്താണ്, എവിടെയാണ് നമുക്ക് പരിഹരിക്കേണ്ടത്, ഇവർക്ക് മരുന്നാണോ ആവശ്യം, അല്ലെങ്കിൽ പരിശീലനമാണോ ആവശ്യം, അല്ലെങ്കിൽ കൌൺസിലിംഗ് ആണോ ആവശ്യം എന്ന് അറിയാൻ കഴിയും. ഇപ്പൊ ചികിത്സ ആവശ്യമുള്ള കേസുകളിൽ നമ്മൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, അവരുടെ ഒരു ശരീരപ്രകൃതം അനുസരിച്ചിട്ടുള്ള ഹോമിയോപ്പതി മരുന്ന് തിരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കഴിഞ്ഞ ഒരു 25 വർഷത്തെ ചികിത്സാനുഭവം നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഹോമിയോപ്പതിയുടെ തുടക്കം മുതൽ തന്നെ, അതായത് 250 വർഷം മുമ്പ് ഹോമിയോപ്പതി ഡോക്ടർ സാമുവൽ ഹാനിമാൻ കണ്ടുപിടിച്ച സമയം മുതൽ തന്നെ ഹോമിയോപ്പതിയുടെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ടുള്ള മെറ്റീരിയ
മെഡിക്കയിലും റെപ്പർട്ടറിയിലും ഒക്കെ ഓരോ രീതിയിലുമുള്ള പഠന വൈകല്യങ്ങൾക്കുള്ള മരുന്നുകൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മരുന്നുകളെല്ലാം തന്നെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് ഡോക്ടർമാര് അവർ ഓരോരുത്തരും അവരുടെ അടുത്ത് വരുന്ന രോഗികളിൽ ഈ മരുന്നുകളെല്ലാം ഉപയോഗിച്ച് അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി വീണ്ടും വീണ്ടും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. നമുക്ക് പലപ്പോഴും ഇപ്പൊ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളിലെ പോലെ ഒരു പുതിയ പുതിയ മരുന്നുകളുടെ ഒരു ആവശ്യം വരാറില്ല. അങ്ങനെ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫലപ്രാപ്തി തെളിയിച്ചു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ആചാര്യന്മാർ ഉപയോഗിച്ച് നമ്മളുടെ ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് പരിഹരിക്കാൻ കൊടുക്കാവുന്ന 33 വിവിധ മരുന്നുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മരുന്നുകളാണ് ലൈക്കോപോഡിയം, നക്സോമിക്ക, റൂട്ട, തൂജ തുടങ്ങിയവ. ഇപ്പൊ കണക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ ഈ 33 മരുന്നുകളിൽ നമ്മൾ ഏത് മരുന്നുകൊണ്ടാണ് ആ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക എന്ന് നോക്കുന്നത് ആ കുട്ടിയുടെ മറ്റ് പ്രത്യേകതകളും കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പൊ അതിൽ നമുക്ക് ലൈക്കോപോഡിയം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലൈക്കോപോഡിയത്തിന്റെ ഒരു സ്വഭാവം കൂടി വരണം. അതായത് ലൈക്കോപോഡിയം പൊതുവെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവർ കണക്കിന് മാത്രമായിരിക്കും അവർ പുറകിലേക്ക് നിൽക്കുക. അതേപോലെ വളരെ അവർക്ക് കാലാവസ്ഥയിൽ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, ദാഹം കുറവായിരിക്കും, അവർ ഉറങ്ങുമ്പോൾ കണ്ണ് പകുതി തുറന്നു വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. ഇതൊക്കെ അവരുടെ യുണീക്ക് ആയിട്ടുള്ള പ്രത്യേകതകളാണ്. അപ്പൊ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ലൈക്കോപോഡിയം എന്നുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ശാരീരികവും മാനസികമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ മരുന്നുകളിൽ നിന്നും ഒരെണ്ണം തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ സെലക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാം. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഒട്ടും യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ അതുപോലെ ഇപ്പൊ നെക്സോമിക്ക എന്ന് പറയുന്ന മരുന്ന് കൊടുക്കണമെങ്കിൽ ഈ കുട്ടി ഭയങ്കര ദേഷ്യക്കാരനും മുൻകോപിയും അതുപോലെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള എപ്പോഴും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത കുട്ടി, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകതകൾ നോക്കിയിട്ടാണ് നമ്മൾ നെക്സോമിക്ക കൊടുക്കുക. ഇപ്പൊ തൂജ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ശരീരത്തിൽ അരിമ്പാറകൾ ഉണ്ടാവുന്ന ഒരു പ്രകൃതം, മുഖത്ത് എപ്പോഴും എണ്ണമയുള്ള ഒരു ഫേസ് ആയിരിക്കും അവരുടെ, പിന്നെ ത്വക്ക് രോഗങ്ങൾ കൂടുതൽ വരുന്ന പ്രകൃതം. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ തൂജ കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സെലക്ഷൻ കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്കിത് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ പരീക്ഷാ ഭയമുള്ള കുട്ടികൾക്ക് അത് മാറ്റാനായിട്ട് 36 മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഏത്തൂസ, ജെൽസീമിയം, അർജന്റൻ നൈട്രിക്കം, അനാക്കാഡിയം, സൈലീഷ്യ, സിംഗമറ്റ്, ഇതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ ജെൽസീമിയം എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എപ്പോഴും ഈ ഒരു ഭയം വരുന്ന സമയത്ത് തലയ്ക്ക് ഭയങ്കര കനം, കൺപോളകൾക്ക് കനം വരിക, അല്ലെങ്കിൽ ഒരു തലകർക്കം വരിക, ഒന്ന് വയറ്റിൽ നിന്ന് പോകണം എന്നുള്ളൊരു തോന്നൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികൾക്ക് ജെൽസീമിയം കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറി. അതെ, അതുപോലെ തന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികൾക്ക് അവർക്ക് അതിൽ 205 മരുന്നുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെയുള്ള വ്യത്യാസങ്ങൾ നോക്കിയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ കാര്യകാരണ സഹിതം ചികിത്സിക്കുക എന്നത് ഹോമിയോപ്പതിയിൽ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു കാരണം പരിഹരിക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാവുന്ന ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കുട്ടിയിൽ ഇങ്ങനെയുള്ള ഒരു പഠന വൈകല്യത്തിനൊരു കാരണമായേക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. അപ്പൊ അതെല്ലാത്തിനും പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അതിനൊരു കാരണം ഈ ഗർഭാവസ്ഥയിലുള്ള മാതാവിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഹോമിയോപ്പതിയിൽ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്നും വളരെ സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഹോമിയോപ്പതിക്ക് ഈ പഠനത്തിലെ പിന്നാക്കാവസ്ഥയെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവും അതുപോലെ തന്നെ അവരെ വ്യക്തിവിശേഷങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു രോഗനിർണയത്തിൽ എത്തുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത് ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ ഇത്രയും നല്ല വിവരങ്ങൾ പഠനത്തിലെ പിന്നാക്കാവസ്ഥയും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളതിനെ കുറിച്ച് പങ്കുവച്ചതിന് വളരെ താങ്ക് യു. പഠനത്തിലെ പിന്നാക്കാവസ്ഥയും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ KV ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. സമഗ്ര ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടി
പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി. സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.